നമസ്കാരം. വീട്ടമ്മാസ് കിച്ചൺ ലാബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ കപ്പ കൊണ്ടുള്ളൊരു വിഭവമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ കപ്പയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ ഭാഗത്തേക്കൊക്കെ കൊള്ളി എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇനി എന്താണെന്ന് അറിയാതെ പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ കൊള്ളി എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മൾ കൊള്ളി ഇഷ്ടമൊക്കെ വെക്കാനായിട്ട് കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് വലിയ കഷ്ണങ്ങളാവാൻ പാടില്ല. അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് ഇത് എന്താണ് ഉണ്ടാക്കുന്നത് പേര് പറഞ്ഞില്ലല്ലോ. ബട്ടർ പാൽ കപ്പയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പാൽക്കപ്പൊക്കെ എല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഞാൻ അടുത്ത് ഷെഫ് പിള്ള ഒരു ചാനലിൽ ഞാനൊരു റെസിപ്പി കണ്ടു കേട്ടോ. ബട്ടർ പാൽ കപ്പയാണത്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇതൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിനു വേണ്ടി നമുക്ക് ഒരു കുക്കർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലോട്ട് ഇതിട്ടിട്ട് നമുക്ക് ഇത് മൂടത്തക്കുള്ള വെള്ളം വയ്ക്കാം. ഇത് നമുക്ക് എന്താ വെച്ചാൽ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ഈ വെള്ളം ഒക്കെ വെക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിന് ആവശ്യമായി ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ച് വരാം. ഇനി നമുക്ക് വേണ്ടത് അതിലേക്ക് ബട്ടർ വേണം, തേങ്ങാപ്പാൽ വേണം, കുരുമുളക് പൊടി വേണം. ഇത്രയാണ് നമുക്ക് ഈ കൊള്ളിയിലേക്ക് ആഡ് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് വറവിടാനായിട്ട് ചുവന്നുള്ളി വേണം, ഈ വറ്റൽമുളക് വേണം, വേപ്പില വേണം. ചുവന്നുള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊരു 10 ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കടുക് വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ കൊള്ളി ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കണം. നമുക്കിതൊന്ന് ഇതുപോലത്തെ ഒരു കയ്യിലെടുത്തിട്ടോ നന്നായി ഉടച്ചു കൊടുക്കണം. ഇതൊരു 4 വിസിൽ വന്നിട്ടുള്ള കൊള്ളിയാണിത്. അപ്പോൾ കൊള്ളിയുടെ വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങളിത് വേവിച്ചെടുക്കാനായിട്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വെന്താലേ ഈ നമ്മുടെ ബട്ടർ പാൽ കപ്പ റെഡിയാവുള്ളൂ. നന്നായി ഇതൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അതിപ്പോൾ ഞാൻ ബട്ടർ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രമാണ് ബട്ടർ ചേർക്കുന്നത്. ബട്ടർ ചേർക്കുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബട്ടർ ഇടാനായിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞു വയ്ക്കും. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇനി ഇത് ഇതേപോലെ നന്നായി ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്കിത് നന്നായി വഴറ്റി കൊടുക്കണം. കൊള്ളി ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റായി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നന്നായി ഉടഞ്ഞിട്ടുണ്ട്. ബട്ടറൊക്കെ എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ്, കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ 1 തേങ്ങയുടെയാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഈ തേങ്ങാപ്പാലൊന്ന് വറ്റി ഇതിലേക്ക് പിടിക്കുന്ന പരിവാകുമ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചേർക്കണം. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുള്ളവർക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരമായി ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇങ്ങനെ ഒരു ഒറ്റി വരുന്ന നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഇതേപോലെ വീണ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുരുമുളക് പൊടിയുടെ ആവശ്യമില്ല. ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ.
നമ്മൾ ഒരു ടീസ്പൂണാണ്, ഒരു ടേബിൾ സ്പൂണാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. പക്ഷേ ഒരു ടേബിൾ സ്പൂൺ എന്ന് വെച്ചാൽ നിറച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ജസ്റ്റ് ഒന്ന് തട്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ തോനെ വെള്ളം വെച്ചിട്ട് നമ്മൾ ഉപ്പിടുമ്പോൾ വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നതോട് കൂടിയിട്ട് ഉപ്പ് അത് കറക്റ്റായിരിക്കും. പിന്നെ തേങ്ങാപ്പാൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇടത്തരം തേങ്ങയുടെ വലുപ്പത്തിലുള്ള തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. വലിയ തേങ്ങയൊക്കെ ആണെങ്കിൽ ഒരു അരമുറിയിലൊക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇപ്പം നമുക്ക് ഈ ബട്ടർ വേണ്ടെന്നുള്ളവർക്ക് ബട്ടർ ഒഴിവാക്കിയിട്ട് നമുക്ക് കപ്പ നന്നായി വേവിച്ച് ഉടച്ചിട്ട് അതിന് ശേഷം തേങ്ങാപ്പാലിട്ടിട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ബട്ടർ ചേർക്കുന്നതോട് കൂടിയിട്ട് വളരെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ഒരു മാഷ് പൊട്ടാറ്റോയുടെ ഒക്കെ ഒരു പോലെ തന്നെയാണത്. എനിക്ക് നല്ല ടേസ്റ്റിലാണത്. അപ്പോൾ നമ്മുടെ ബട്ടർ പാൽ കപ്പ അവിടെ റെഡി ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു സെർവ് ചെയ്യുന്ന പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി നമുക്കത് താളിക്കാനുണ്ട് കേട്ടോ. അത് കാര്യം മറന്നു ഞാൻ നിങ്ങളോട്. റെഡി ആയി കഴിഞ്ഞെന്ന് പറഞ്ഞു. നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് ഇത് തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂണും ഉണ്ടാവും കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എണ്ണ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് തേങ്ങയിൽ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ മതിയെങ്കിൽ അത്ര ഒഴിച്ച് കൊടുത്താൽ മതി. അതൊക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി കുറച്ച് മൂത്തതിന് ശേഷം നമുക്കിതിൽ വേപ്പിൽ ബട്ടർമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് കഷ്ണങ്ങളാക്കിയിട്ട് വെച്ച് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ചുവന്നുള്ളിയൊക്കെ നന്നായി മൂത്തിട്ടുണ്ട്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതേപോലെ ഗോൾഡൻ കളറാവുന്ന വരെ ഈ ഉള്ളി വഴറ്റണം കേട്ടോ. എന്നാലേ നമുക്കിത് ഉള്ളി കാച്ചുമ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്കിനി ഉള്ളി വറവിട്ടത് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ബട്ടർ പാൽ കപ്പ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബട്ടർ പാൽ കപ്പ അവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊള്ളിയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതിലേക്ക് ആയിട്ട് ഞാനിവിടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് മാങ്ങയിട്ട ചെമ്മീൻ കറിയാണിത്. അപ്പോൾ നമുക്ക് ഇത് കൂട്ടി കഴിക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് ചുറ്റും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെമ്മീൻ കറിയുടെ റെസിപ്പി ഞാൻ അടുത്ത ദിവസം ഇട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് എത്തുന്നവരെ താങ്ക് യു.